ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? കോളേജിൽ പോയിട്ട് ചുമ്മാ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് UV-Doxൻ്റെ മിനറൽ സൺസ്ക്രീനാണ്. ലൈറ്റിൻ്റെ ക്വാളിറ്റി എന്നോട് ക്ഷമിക്കണം, എന്താ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് റിം ലൈറ്റ് എടുക്കാൻ വേണ്ടി മറന്നു. ഞാൻ ചെയ്യുന്ന പോലെ ഇത് മിനറലാണ്, ടിൻഡഡ് ആണ്. ബട്ട് കണ്ട 2 ഫിംഗർ റൂൾ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര ഓവറായിട്ടുണ്ട്, പക്ഷേ ഇത് ലൈറ്റിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ. ഇത്രയ്ക്ക് ബോറൊന്നുമല്ല. അപ്പം ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഐലൈനർ ഇട്ടിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാകച്ചിട്ടേ ഉള്ളൂ. കണ്ട തീരാറായി. പക്ഷെ ഞാൻ ഇന്നും ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ഒരു ബ്രൗൺ, ബ്ലാക്കിനേക്കാളും കണ്ണിന് നല്ലത് ബ്രൗൺ ആണ്. നെക്സ്റ്റ് അപ്പം എൻ്റെ ത്രെഡ് ആയിട്ട് വൃത്തികെട്ട വളർന്ന ഐബ്രോസ് നമുക്ക് സെറ്റ് ചെയ്യാം. മേബലിൻ്റെ ടാറ്റൂ ബ്രോ, ഇത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ പഴയ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ. ഇതും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, പക്ഷേ സ്റ്റിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ തോന്നി. കണ്ട ഇപ്പോൾ കാണാനൊരു രാക്ഷസി പോലെ ആയിട്ടുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ്, ഇപ്പം ഞാൻ ബ്ലഷ് ഒന്നും യൂസ് ചെയ്യാറില്ല ഗൈസ്, അപ്പം നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ് ഞാൻ ജസ്റ്റ് അപ്പർ ലിപ്സിൽ ഇട്ടിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെക്കും. പിന്നെ കോർണറിൽ ഓക്കെ. അങ്ങനെ നമ്മുടെ ഫേസ് പാർട്ട് ആൻഡ് മേക്കപ്പ് കഴിഞ്ഞു. നമുക്കിനി അടുത്തത് ഒരു സ്ലീക്ക് സ്റ്റൈൽ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പണ്ട് വാക്സ് സ്റ്റിക്ക് മറ്റേ സ്റ്റിക്കാണ് യൂസ് ചെയ്തത്. ഇപ്പം എന്നോട് കടക്കാരൻ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചൊരു സാധനമാണ് ഇത്, ഷീൽസ് പ്രൊഫഷണൽ ഹെയർ വാക്സ് സ്റ്റിക്ക്. ഇതെന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ലൈക്ക് പാർലറിൽ വരെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ അതങ്ങ് വാങ്ങിച്ചു. ഓക്കെ, അപ്പം ഹെയർ നമ്മുടെ മിഡിൽ പാർട്ടീഷൻ ചെയ്തിട്ട് കുറച്ച് സ്ലീക്കായിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മളെ പെർഫ്യൂം ഞാൻ വിക്ടോറിയ സീക്രറ്റ്സിൻ്റെ പ്യുവർ സെലക്ഷനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് നോസിലിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എപ്പോഴും പ്രസ് ആവത്തില്ല. ഇതിനൊരു ഫ്രൂട്ടി ഓർഡർ ആട്ടോ.